ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് തൊഴിൽ തേടിയും പഠനത്തിനുമായി വിദേശങ്ങളിലേക്ക് പോകുന്നവരിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികളാണ്. കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ജോലിക്ക് വെക്കാൻ അന്യരാജ്യത്ത് സ്ഥാപനങ്ങളുണ്ട്. അവർ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുമ്പോൾ ആ ജോലി ചെയ്യാനുള്ള യോഗ്യത കൂടി ഉണ്ടോ എന്ന് നോക്കിയാണ് കൊടുക്കുന്നത്. ആ യോഗ്യതയുള്ളവർ ആ രാജ്യങ്ങളിൽ കുറവായതുകൊണ്ടാണ് അന്യരാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഉയർന്ന ശമ്പളം കൊടുത്ത് നിയമിക്കേണ്ടി വരുന്നത്. അല്ലാതെ അവിടെയുള്ള കമ്പനികൾക്ക് മലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ജോലി കൊടുക്കാം എന്ന് കരുതിയിട്ടൊന്നുമല്ല. അതായത് കേരളത്തിൽ ഒരു നഴ്സിന്റെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. ഒരു നഴ്സിന് കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടിയ ശമ്പളം 20,000 രൂപയാണ്. ആ ശമ്പളം കിട്ടുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ 1,00,000 രൂപ കിട്ടും. അതെന്തുകൊണ്ടായിരിക്കും? കേരളത്തിൽ നഴ്സിന്റെ 100 വേക്കൻസി ഉണ്ടെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള 200 നഴ്സുമാർ ഇവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ ആശുപത്രിക്കാർ നിയമിക്കും. എന്നാൽ 100 വേക്കൻസി ഉണ്ട്, 50 യോഗ്യതയുള്ളവരെ ഉള്ളുവെങ്കിൽ എങ്ങനെയിരിക്കും? നഴ്സ് ഇല്ലാത്ത കാരണം ആശുപത്രി അടച്ചുപൂട്ടുമോ? അതോ ഉള്ള നഴ്സുമാരെ കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശമ്പളവും ആനുകൂല്യവും കൊടുക്കുമോ? അതെ, ഒരു സംശയം വേണ്ട, ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അന്യരാജ്യങ്ങളിൽ മലയാളികൾക്ക് ഉയർന്ന ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, 200 നഴ്സുമാർ ഉണ്ടെങ്കിൽ അത്രയും ജോലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നാട് വിടേണ്ടി വരുമായിരുന്നു? ഇവിടെ അത്രയും നഴ്സുമാർക്ക് ജോലി കൊടുക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും 10 ആശുപത്രി വെച്ച് തുടങ്ങേണ്ടി വരും. അതായത് ഇന്നുള്ളതിന്റെ ഇരട്ടിയിൽ കൂടുതൽ ആശുപത്രികൾ ഉണ്ടാകണം. ജോലി കൊടുക്കാൻ വേണ്ടി ഇനി അങ്ങനെ ആശുപത്രികൾ പണിതാൽ ആ ആശുപത്രികളിൽ പകുതി നഷ്ടത്തിലായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ചികിത്സയുടെ ബില്ലിന്റെ 3 ഇരട്ടിയെങ്കിലും കൊടുക്കേണ്ടി വരും. അത് പ്രാക്ടിക്കൽ അല്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ആവശ്യമുള്ളതിന്റെ ഇരട്ടിയിൽ കൂടുതൽ മനുഷ്യർ യോഗ്യത നേടി കേരളത്തിലുണ്ട്. അതായത് ഉയർന്ന യോഗ്യതയുള്ള മാനുഷിക വിഭവശേഷിയുള്ള സംസ്ഥാനമാണ് കേരളം. അതില്ലാത്ത രാജ്യങ്ങളിൽ ആ മാനുഷിക വിഭവശേഷി ഉയർന്ന ശമ്പളം കൊടുത്ത് വാങ്ങുന്നു. നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ശാരീരിക വിഭവശേഷി നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്നത് പോലെ. അതാണ് 40 ലക്ഷത്തിൽ കൂടുതൽ അതിഥി തൊഴിലാളികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉള്ളതും ഇവിടേക്ക് വരുന്നതും. അവർ വരുന്നതും മലയാളികൾ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നതും അതേ കാരണം കൊണ്ട് തന്നെയാണ്. അവരുടെ നാട്ടിൽ താഴ്ന്ന ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസമോ ഉന്നത യോഗ്യതയോ ഇല്ലാത്ത മാനവിക ശേഷിയാണുള്ളത്. അത് കുറവുള്ള കേരളത്തിൽ അവർക്ക് അവരുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന കൂലി കിട്ടുന്നത് കൊണ്ട് ഇവിടേക്ക് അവർ വരുന്നു. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുകയാണെങ്കിൽ നമ്മുടെ യുവതി യുവാക്കൾ ഇവിടെ തന്നെ നിൽക്കും, ഒരു രാജ്യത്തും പോകില്ല. അതിന് ഇവിടെ തൊഴിൽ കൊടുക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാവണം. അതെങ്ങനെയാണ്? ഒരു സ്ഥാപനം വരുന്നതിന് മുൻപേ അത് പൂട്ടിക്കാനുള്ള തൊഴിൽ നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇവിടെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷമൊക്കെയാണെന്നൊക്കെ ഗീർവാണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിദേശ കമ്പനികളൊന്നും ഇങ്ങോട്ട് വരാത്തത്. ആദ്യം നമ്മുടെ നയം മാറണം, മനസ്സ് മാറണം. വ്യാവസായികം തുടങ്ങാൻ വരുന്നവനെ ഓടിക്കുകയല്ല വേണ്ടത്, അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഗീർവാണം അടിക്കാൻ എല്ലാവരെ കൊണ്ടുമാകും, നടപ്പിൽ വരുത്തുവാനാണ് പറ്റാത്തത്.